ഈ ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ബി ജെ പി മുഖ്യമന്ത്രി വരാൻ പോവുകയാണ്. നിതീഷ് കുമാർ പദവി ഒഴിയുന്നതോടെ ബീഹാറിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് BJP പ്രഖ്യാപിക്കാൻ പോവുകയാണ്. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഇന്ന് പാട്നയിലേക്ക് എത്തും. 11 മണിക്ക് അവസാന മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി രാജിക്കത്ത് കൈമാറുമെന്നാണ് വിവരം. ശരത്ലാൽ വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് നമുക്കിപ്പോൾ തത്സമയം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 2005 മുതൽ ഈ നീണ്ട ഇത്രയും കാലം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ പദവി ഒഴിയുകയാണ്. ഇന്ന് അവസാനത്തെ മന്ത്രിസഭാ യോഗം വരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP മുഖ്യമന്ത്രിയാകാൻ വേണ്ടി BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ ഈ വഴിമാറ്റം. ഗുഡ് മോർണിംഗ് സേതു. അതുതന്നെയാണ് 1962 3 MLA-മാരുമായിട്ടാണ് BJPയുടെ മുൻ ജനസംഘം, BJPയുടെ മുൻ പഴയ രൂപമായ ജനസംഘം ബീഹാർ അസംബ്ലിയിൽ എത്തുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് BJP ഒരു ബീഹാറിൽ മുഖ്യമന്ത്രിയാകുന്നു എന്നതാണ്, BJPക്ക് സ്വന്തം മുഖ്യമന്ത്രിയാകുന്നു ബീഹാറിൽ എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു വിശേഷം. അതുതന്നെയാണ് ഇത്തരമൊരു അധികാര കൈമാറ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതും. എന്നാൽ ഇന്ന് 3 മണിയോടെ നിതീഷ് കുമാർ രാജിവെക്കും. BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഉപമുഖ്യമന്ത്രി സ്മാർട്ട് ചൗധരിക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. BJP ആയതുകൊണ്ട്, അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വമായതുകൊണ്ട് ആരെ മുഖ്യമന്ത്രിയാക്കും അവസാന നിമിഷം വരെ സസ്പെൻസ് തന്നെ നിറഞ്ഞതാണ്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് സ്മാർട്ട് ചൗധരി ആകുമെന്ന ഒരു വിലയിരുത്തലാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാദ് കുമാർ ഉപമുഖ്യമന്ത്രിയാകും. നേരത്തെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാരായിരുന്നു BJPക്കുള്ളത്. എന്നാൽ ഈ നിലവിൽ ജനതാദൾ യുവിന്, നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് അധികാരത്തിൽ, അല്ലെങ്കിൽ നിതീഷിൻ്റെ മകന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി ഒരു ഉപമുഖ്യമന്ത്രി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ഇന്നത്തെ പാറ്റ്ന, അതായത് ബീഹാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം NDA യോഗം നടക്കുന്നുണ്ട്. NDA യോഗത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച രാജിക്കത്ത് നിതീഷ് കുമാർ നൽകുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 മണിയോടെ രാജി ഉണ്ടാകും. ഏതായാലും നിതീഷ് കുമാർ കഴിഞ്ഞ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ എന്നാണ് രാജി എന്നതേക്കുറിച്ച് ഏകദേശ ധാരണ ഇരു പാർട്ടികളും തമ്മിൽ ഉണ്ടായിരുന്നു. ഏതായാലും BJPയെ സംബന്ധിച്ചോളം ഒരു സംസ്ഥാനം കൂടി BJP മുഖ്യമന്ത്രി വരുന്നു എന്ന വലിയ നേട്ടമാണ്. അത് ബീഹാറിലാണ്. ബീഹാറിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുക. കാരണം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ രാംനാഥ് ലോഹിയുടെ ഒരു നാടാണ് ബീഹാർ. ആ ബീഹാറിലാണ് BJPയുടെ മുഖ്യമന്ത്രി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഏതായാലും ഇത്തരം ഒരു ചടങ്ങിൽ ബീഹാർ മുഖ്യമന്ത്രി ആരായാലും ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരശ്മി, ബീഹാറിൽ ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായൻ നിതീഷ് കുമാറിന്റെ ഏകദേശം 20 വർഷത്തോളം നീണ്ടുനിന്ന ഒരു മുഖ്യമന്ത്രി പദമാണ്. പിന്നീടാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പോകാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളവും ഇത് അവരുടെ വലിയ നിർണായകമായ അവരുടെ ഒരു ഒരു എൻട്രി ആണെന്ന് പറയാം, അല്ലേ? ഇത്രയും വർഷമായിട്ടും അവിടെ ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അങ്ങനെ നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ട് അവിടെ ബീഹാറിലേക്ക് BJPയുടെ ഒരു മുഖ്യമന്ത്രി വരികയാണ്.